ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹൂപ്പാർട്ട് ഡിസൈൻ തന്നെയാണ്. അതിൽ നമ്മൾ സ്പോട്ടിഫൈ കോഡ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു സോങ്ങിൻ്റെ നമ്മൾ കോഡ് ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കത് സ്കാൻ ചെയ്താൽ ആ സോങ് പ്ലേ ആവും. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡിസൈൻസിലൊക്കെ ചെയ്ത പോലെ തന്നെ ക്യാൻവ എന്നുള്ള ആപ്പ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അതിൽ നിന്ന് നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്തുകൊണ്ടാണത് സെലക്ട് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അങ്ങനെ ഒരു വൈറ്റ് പേജാണ് വരിക. അതിൻ്റെ താഴെ തന്നെ ഒരു ബ്ലൂ കളറിൽ ഒരു പ്ലസ് ഐക്കൺ കാണും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എലിമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എലിമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് സർക്കിളാണല്ലോ നമ്മുടെ ഹൂപ്പ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ സർക്കിൾ നമ്മൾ ആദ്യം തന്നെ ഒരു സർക്കിൾ നമുക്ക് നമ്മുടെ ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അത് വെച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത ഡിസൈൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സർക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ, അതായത് വുമൺ വീലോ അതേതെങ്കിലും ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിളിൻ്റെയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്കിളിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾസ് ഒരുപാട് വരും. അതിൽ നിന്ന് ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഈ സർക്കിളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡിസൈൻസ് ഏതാണോ വേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്കതിൽ സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത സർക്കിളിന് സിമിലറായിട്ട് അതേ സൈസിൽ വേറൊരു സർക്കിൾ വേണമെങ്കിൽ ആ സർക്കിൾ സെലക്ട് ചെയ്താൽ താഴെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരുപാട് സർക്കിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു ഡിസൈനിൻ്റെ വേണ്ടാത്ത പോർഷൻ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ക്രോപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താഴെയുള്ള ഓപ്ഷൻസിൽ ക്രോപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ നമുക്ക് അത് ക്രോപ്പ് ചെയ്ത് കളയാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ലീഫിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബാറിൽ ലീഫെന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ആ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡിസൈൻ സെലക്ട് ചെയ്ത് താഴെ വരുന്നതിൽ ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഡിസൈൻസിന് കളേഴ്സ് ആഡ് ചെയ്യാം. കളേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താണിപ്പോൾ പെയിൻറ്റിങ് ആയാലും എംബ്രോയ്ഡറി ആയാലും നമുക്ക് ഓൾറെഡി ഒരു ട്രയൽ നോക്കാൻ പോലെയാണ്. അതായത് നമ്മൾ ഏത് കളർ നൂല് ആഡ് ചെയ്യണം, ഏത് കോമ്പിനേഷനാണ് നന്നായിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് ഈ കളറിങ്ങിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡിസൈൻ സെലക്ട് ചെയ്ത് ഏതാണോ ആ പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. മീൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കളേഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഓരോ കളറുകൾ കൊടുത്തു നോക്കാം. നമ്മൾ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡാർക്ക് കളേഴ്സായിട്ടുള്ള ഏതാണോ ഡിസൈൻ അത് നമ്മുടെ വേറെ ഡിസൈൻസിന് മുകളിലായിട്ട് വരും. അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ലീഫിൻ്റെ കളർ പിങ്ക് കൊടുത്തുല്ലോ, ആ പിങ്ക് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ബ്ലാക്ക് കളറാണ്. അപ്പോൾ പിങ്ക് ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് നിൽക്കും. നമ്മൾ എന്ത് കളർ ചേഞ്ച് ചെയ്താലും ഏതാണോ ഡാർക്ക് കളർ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അത് ഇത്തിരി ബോറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഏതാണോ ഡിസൈൻ അത് സെലക്ട് ചെയ്യണം. ഇതിൻ്റെ താഴെ തന്നെ പൊസിഷൻ എന്നൊരു ഓപ്ഷൻ വരും. പൊസിഷനിൽ ബാക്ക്വേർഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലീഫ് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിലേക്കാണ് പോവേണ്ടതെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഫിൻ്റെ ഡിസൈൻസ് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് പോകും. ലീഫിൻ്റെ മുകളിൽ ഫ്ലവർ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഉണ്ടാവുക. അതിന് വേണ്ടി നമുക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു ഡിസൈൻ കൂടി ട്രൈ ചെയ്യാം. അതായത് ഈ പാറ്റേണിൽ നമുക്ക് ലീഫ് വേറൊരു സൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ജസ്റ്റ് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി വേറൊരു ഡിസൈനും വേറൊരു കളേഴ്സും ആഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കളേഴ്സൊക്കെ കൊടുത്ത് നമുക്ക് ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിസൈനിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. ആദ്യം നമുക്കൊരു കപ്പിളിൻ്റെ ഫോട്ടോ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം, അതിൽ എലിമെൻറ്റ്സ് സെലക്ട് ചെയ്യണം, അതിൽ സെർച്ച് ബാറിൽ കപ്പിളിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഇമേജസ് വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നേരത്തെ ചെയ്ത ഡിസൈനിൽ പ്ലേസ് ആവും. അതിൽ നമുക്ക് അതിൻ്റെ സൈസിന് ഏതാണ് സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഒരു സ്പോട്ടിഫൈ കോഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഇവിടെ ഒന്നില്ല, ഇത് സേവ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ബാക്കിലേക്ക് അടിച്ചാലും നമ്മൾ ഇനി വീണ്ടും ക്യാൻവ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ യുവർ പ്രൊജക്റ്റ് എന്നുണ്ടാവും, അതിലിത് സേവ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ സ്പോട്ടിഫൈ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സോങ്സ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെർച്ച് ബാറിൽ ആ സോങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഡിസൈഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു മലയാളം എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണു. അതിൽ നിന്ന് നമുക്ക് മലയാളത്തിലൊക്കെ ഒരുപാട് സോങ്സ് വരുന്നു. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സോങ് എടുക്കുന്നു. ആ സോങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 3 ഡോട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ 3 ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷെയർ എന്നുള്ള ഓപ്ഷൻ വരും. ഷെയറിൽ നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി ലിങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കോപ്പി ആയല്ലോ. ഇനി നമ്മളത് നേരെ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് സ്പോട്ടിഫൈ കോഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു വരുമ്പോൾ ആദ്യം വരുന്നത് സ്പോട്ടിഫൈ കോഡ്സ് എന്നുള്ള ഇത് വരും. അത് ആ സൈറ്റിലേക്ക് കയറുക. ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെർച്ച് ബാർ പോലെ ഉണ്ടാവും. അതിൽ ഓൾറെഡി ഒരു ലിങ്ക് ഉണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ ഓൾറെഡി പഴയൊരു ലിങ്ക് കിടക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോകണം. സെലക്ട് ചെയ്ത് കട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. ശേഷം ഗെറ്റ് സ്പോട്ടിഫൈ കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതാണ് വരിക. അതിൽ പറഞ്ഞിരിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് ബാർകോഡ് എന്നൊക്കെ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്ലാക്കാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് വൈറ്റ് ആക്കാം. പിന്നെ അതുപോലെ ബാർകോഡ് എന്നുള്ളത് ബ്ലാക്കിൽ വൈറ്റ് തന്നെയല്ലേ കിടക്കണം. അപ്പോൾ നമുക്കത് കാണില്ല. അപ്പോൾ നമ്മളത് ബാർകോഡ് നമ്മൾ ബ്ലാക്ക് ആക്കണം. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് കളർ ക്ലോത്തിലാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ബാർകോഡ് വൈറ്റിലും കൊടുക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരയ്ക്കുമ്പോൾ എളുപ്പം എപ്പോഴും ബ്ലാക്ക് കളറിൽ ബാർകോഡും ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടിഫൈ കോഡ് ഡൗൺലോഡ് ആയിരുന്നു. നമ്മൾ നേരെ നമ്മുടെ ക്യാൻവയ്ക്ക് പോകണം. ക്യാൻവയ്ക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ സേവ് ചെയ്യാത്തതുകൊണ്ട് അത് പോയി. പക്ഷെ അത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ തന്നെ യുവർ പ്രൊജക്റ്റ് എന്ന് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ അത് നമ്മൾ നേരത്തെ സേവ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത അതേ എല്ലാ കാര്യങ്ങളും ഒരു മാറ്റവും ഇല്ലാതെ അത് അവിടെ ഉണ്ടാവും. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിമെൻറ്റ്സ് എന്നുള്ള അവിടെ തന്നെ നമ്മുടെ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. ആ ഗാലറിയിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സ്പോട്ടിഫൈ കോഡ് വന്നിട്ടുണ്ടാവും. ആ സ്പോട്ടിഫൈ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഡിസൈനിൽ പ്ലേസ് ആവും. എന്നിട്ട് ആ കോഡ് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അതുപോലെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് വലിപ്പം കൂട്ടാം, കുറയ്ക്കാം, സ്കെയിൽ ലെൻസ് സൈഡിലേക്കോ സെൻറ്ററിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെ നമുക്ക് മാറ്റാം. നമ്മുടെ ഇഷ്ടം പോലെ അത് നമ്മൾ പ്ലേസ് ചെയ്യാം. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമുക്കൊരു മെസ്സേജ് ലൈക്ക് ബർത്ത്ഡേ ആണോ, ഒരു വെഡിങ് ആനിവേഴ്സറി ആണോ, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റൈൽസ് വരും, ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് വരും. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു മെസ്സേജ് ഓൾറെഡി ഉണ്ടാവും. അത് നമ്മളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് എഡിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതാണോ മെസ്സേജ് വേണ്ടത്, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ സൈസൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. അതൊക്കെ അതിനുള്ള ഓപ്ഷൻസൊക്കെ താഴെ വരുന്നുണ്ട്. താഴെയുള്ള ഈ എഡിറ്റ് ഡിലീറ്റ് അതിൻ്റെ തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈലും അതുപോലെ ലൈൻ സ്പേസിങ്ങും ലൈനല്ല ലെറ്റേഴ്സിൻ്റെ സ്പേസിങ്ങും ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോൻ്റെ മുകളിലായിട്ടൊരു ബാറുണ്ട്, ബ്ലൂ ഗ്രീൻ ബാറുണ്ട്. അതിൽ താഴെ അതിൻ്റെ മുകളിൽ ആരോ ഡൗൺലോഡിൻ്റെ ഒരു ആരോ സിമ്പിൾ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ഡ്രാഫ്റ്റ് എന്ന് ഉള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ നേരെ ഗാലറിയിൽ പോയി സേവ് ആവും. ഇനി നമ്മുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പോട്ടിഫൈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് പ്ലേ ചെയ്യണ്ടോയെന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മൊബൈലിലാണ്. അപ്പോൾ ഈ മൊബൈലിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ വെച്ചാൽ നമ്മൾ ഗാലറിയിൽ പോയി ഈ ഡിസൈൻ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ വേണം സ്കാൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ വേറൊരു മൊബൈൽ എടുക്കുക, അതായിരിക്കും ബെറ്റർ. അതിൽ നിന്ന് സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്യലായിരിക്കും ബെറ്റർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ മറ്റൊരു ഫോണിൽ ചെയ്യുമ്പോഴും അതിൽ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യണം ആദ്യം. എന്നിട്ട് അതിൽ താഴെ തന്നെ ഒരു സെർച്ച് ഐക്കൺ ഉണ്ട്, അതിലൊരു സെർച്ച് ബാർ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു ക്യാമറയുടെ സിമ്പിൾ വരും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ അവിടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ സോങ് പ്ലേ ആവണം. നമ്മുടെ ഡിസൈനിൽ പ്ലേ ആവുന്നുണ്ടോ നോക്കാം. നമ്മുടെ ഡിസൈനിൽ പ്ലേ ആയിട്ടുണ്ട്, സോങ് പ്ലേ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പ്ലേ ആവാതിരിക്കും, അല്ലെങ്കിൽ ആ കോഡ് വർക്കിംഗ് അല്ലാതിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗൂഗിളിൽ നിന്ന് കോഡ് ഡൗൺലോഡ് ചെയ്തല്ലോ, ആ സമയത്ത് തന്നെ അതൊന്ന് സ്കാൻ ചെയ്തിട്ട് വർക്കിംഗ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ആയാലും അല്ലെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നതെങ്കിലും ഈ സ്പോട്ടിഫൈ കോഡ് ഇതേ സൈസിൽ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ വർക്കിംഗ് ആയിരിക്കില്ല. നമ്മൾ അതേ ഡയറക്റ്റ് സാധനം നമ്മൾ അതിൽ ആഡ് ചെയ്തപ്പോൾ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അത് അതിൽ വന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ പ്ലേ ആയി. പക്ഷെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴും അതുപോലെ എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്ന സമയത്തും അതേപോലെ അതേ സൈസിൽ നമ്മൾ ചെയ്തെടുത്തില്ലെങ്കിൽ അത് വർക്കിംഗ് ആയിരിക്കില്ല, നമ്മൾ ചെയ്തതെല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ സ്പോട്ടിഫൈ കോഡ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നൂലും കൊണ്ടായാലും ചെറിയ ചെറിയ ചേഞ്ചസ് പോലും വർക്കിംഗ് അല്ലാതിരിക്കാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തിട്ട് വൃത്തിയിൽ വേണം നമുക്കിത് ചെയ്യാൻ. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറും കൂടി ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ അനലിറ്റിക്സ് നോക്കിയപ്പോൾ 95.3% സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കും കാണുന്നവരേക്കും ബൈ.